ഹലോ മൈ ഡിയർ ശ്രീഭാമ മിസ് ആണ്. ഇന്ന് മിസ് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. ഈ സസ്യങ്ങൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരാണോടാ? വേ ഡു പ്ലാന്റ്സ് ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം? ആലോചിച്ചിട്ടുണ്ടോ? അതിന് കറക്റ്റ് ആയിട്ട് ഉത്തരമുണ്ട്. അതാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവർ വലിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ജലം അവർക്ക് ആവശ്യമാണ് റൂട്ടിൽ നിന്ന്. പിന്നെ മിനറൽസ്, ലവണങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രകാശ സംശ്ലേഷണം പേര് തന്നെയുണ്ട്. സൂര്യപ്രകാശം വേണം അല്ലേ? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇലയിൽ വെച്ചിട്ട് ഒരു ഫുഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അതാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. അതിൽ ഒരു സാധനം കൂടെ വേണം. നമ്മുടെ ഇലകൾക്കൊക്കെ നല്ല പച്ച കളറല്ലേ? അതിനെ സഹായിക്കുന്ന ഹരിതകമാണ്. ഹരിത പച്ച കളർ. അപ്പൊ ഹരിതകം എന്ന് പറയുന്ന ക്ലോറോഫിൽ അവിടെ ആവശ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇലയിൽ വെച്ചിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓക്സിജൻ. അപ്പൊ അതിൽ നിന്ന് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് അവർ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അതാണ് നമ്മുടെ ജീവവായു. നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അല്ലേ? സോ പ്ലാന്റ്സ് മേക്ക് ഫുഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് എനർജി ഫ്രം സൺലൈറ്റ്. അതെന്താണ്? സൺലൈറ്റ് അതിനാവശ്യമായിട്ടുണ്ട്. അതേപോലെ ഈ ആക്ടിവിറ്റിയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഓക്സിജൻ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ പറയുന്ന ആക്ടിവിറ്റിയുടെ ബേസിൽ ഇതാ കണ്ടോ, ഈ പറയുന്ന സാധനമാണ് ഇവിടെ പിക്ചർ അടക്കം കാണിക്കുന്നത്. സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അത് കഴിഞ്ഞ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു അല്ലേ? അപ്പൊ സിമ്പിൾ ഒരു ഫ്ലോ ചാർട്ട് മിസ്സോടെ വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൂര്യപ്രകാശത്തിന്റെ ഹരിതകത്തിന്റെ സാന്നിധ്യത്തിൽ ഓക്സിജനും അതേപോലെ ഫുഡായിട്ടുള്ള ഗ്ലൂക്കോസും ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ പൃഥ്വി ബാച്ച് ഉള്ളത്. പൃഥ്വി ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കം ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് മക്കളെ. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ ടൈം ലേറ്റ് ആക്കണ്ട. നമ്പർ ഇത് അവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ വേഗം തന്നെ സെറ്റ് ആക്കുക. ബാച്ച് എത്തണം.